നല്ല ചൂട് വെള്ളപ്പം ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. വെള്ളപ്പം കാണിച്ചേ. നല്ല ചൂടുണ്ട്. വെള്ളപ്പം കാണിച്ചേ. നല്ല ചൂടുള്ള വെള്ളപ്പാണ്. ഇതിന് ഉള്ളിലത്തെ നല്ല തിക്ക് മസാലയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന് കറിയൊന്നും വേണ്ട. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ വളരെ ഫേമസ് ആയ വെള്ളപ്പങ്ങാടി. നമ്മളെ കേരളത്തിൽ ഭക്ഷണത്തിന് ഫേമസ് ആയ കുറേ സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മളെ തൃശ്ശൂരത്തെ വെള്ളപ്പങ്ങാടി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഈ വെള്ളപ്പങ്ങാടിയിലത്തെയാണ്. ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ ഹിസ്റ്ററിയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അല്ലേ? അപ്പോൾ അധികം സമയം കളയുന്നില്ല, നമുക്ക് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. അല്ല പാറു, മോൾക്ക് വെള്ളപ്പം ഇഷ്ടമാണോ? അപ്പൊ മോൾക്ക് വെള്ളപ്പം ഇഷ്ടമാണ്, പക്ഷെ ഞാൻ കഴിക്കില്ല. അപ്പൊ മോൾക്ക് വെള്ളപ്പം ഇഷ്ടമാണ് അത്രേ. അപ്പൊ നമുക്ക് വെള്ളപ്പത്തിന്റെ കുറച്ച് കാര്യങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് സമയം കളയണ്ടേ, നമുക്കൊന്ന് കാണാം. ഓക്കെ, കമോൺ. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വെള്ളപ്പത്തിന് മാത്രം പേര് കേട്ട പ്രശസ്തമായ വെള്ളപ്പങ്ങാടി. ഒരു മുഴുവൻ തെരുവ് തന്നെ വെള്ളപ്പം വിൽക്കാനായി പ്രവർത്തിക്കുന്ന സ്ഥലം. അതിന്റെ ചരിത്രവും രുചിയും പ്രത്യേകതകളും ഇന്ന് നമുക്ക് അടുത്തറിയാം. തൃശൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പുത്തൻപള്ളി ചർച്ചിന് സമീപത്തായാണ് ഈ വെള്ളപ്പങ്ങാടി സ്ഥിതി ചെയ്യുന്നത്. രാവിലെ തന്നെ ഇവിടെ എത്തുമ്പോൾ ഉയരുന്ന ആവിയും പരക്കുന്ന വെള്ളപ്പത്തിന്റെ സുഗന്ധവും ആരെയും ആകർഷിക്കും. ഈ സ്ഥലത്തിന്റെ ചരിത്രം കേട്ടാലേ നിങ്ങൾ അത്ഭുതപ്പെടും. ഏകദേശം 100 മുതൽ 200 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പാരമ്പര്യമാണ് ഇവിടെ തുടരുന്നത്. തലമുറകളായി കുടുംബങ്ങൾ വെള്ളപ്പം ഉണ്ടാക്കി വിൽക്കുന്നു. അപ്പൂപ്പന്മാരിൽ നിന്നും അമ്മമാരിലേക്കും അവരിൽ നിന്നും മക്കളിലേക്കും ഈ രുചിയുടെ രഹസ്യം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇവിടെ പല കുടുംബങ്ങളും വീട്ടുമുറ്റത്ത് തന്നെ വെള്ളപ്പം ഉണ്ടാക്കി വിൽക്കുന്നു. വലിയ പരസ്യങ്ങളോ ആധുനിക സംവിധാനങ്ങളോ ഇല്ലാതെ തന്നെ ഈ തെരുവ് പ്രശസ്തമായത് അതിന്റെ ഗുണനിലവാരവും രുചിയും കൊണ്ടാണ്. രാവിലെ 5:30 മുതൽ തന്നെ ഇവിടെ ആളുകൾ എത്തിത്തുടങ്ങും. പ്രത്യേകിച്ച് ക്രിസ്മസ്, ഈസ്റ്റർ പോലുള്ള ആഘോഷ ദിവസങ്ങളിൽ വലിയ തിരക്കാണ്. മുൻകൂട്ടി ഓർഡർ ചെയ്യുന്നവരും ധാരാളമുണ്ട്. വിവാഹങ്ങൾക്കും കുടുംബ ചടങ്ങുകൾക്കും ആയിരക്കണക്കിന് വെള്ളപ്പങ്ങൾ ഇവിടെ നിന്ന് പോകാറുണ്ട്. തൃശ്ശൂരിന്റെ ഭക്ഷ്യ സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഈ തെരുവ്. അങ്ങാടി എന്നാൽ മാർക്കറ്റ് അല്ലെങ്കിൽ വ്യാപാര കേന്ദ്രം. വർഷങ്ങളായി ഈ പ്രദേശത്ത് വെള്ളപ്പം വിൽപ്പന കൂടുതലായിരുന്നതിനാൽ വെള്ളപ്പം അങ്ങാടി എന്നതിൽ നിന്ന് വെള്ളപ്പങ്ങാടി എന്ന പേര് വന്നതായി നാട്ടുകാർ പറയുന്നു. വെള്ളപ്പം രാവിലെ വിൽക്കുന്നതാണെങ്കിലും അതിന്റെ തയ്യാറെടുപ്പ് മുൻ ദിവസം രാത്രിയിലാണ് തുടങ്ങുന്നത്. അരി കുതിർക്കൽ, അരയ്ക്കൽ, തേങ്ങ ചേർക്കൽ, പുളിപ്പിക്കൽ, മാവ് പരിശോധിക്കൽ. മാവ് ശരിയായ പാകത്തിൽ പുളിച്ചില്ലെങ്കിൽ വെള്ളപ്പത്തിന്റെ രുചിയും മൃദുത്വവും നഷ്ടമാകും. നമുക്ക് കുറച്ച് വെള്ളപ്പം വാങ്ങി നോക്കിയാലോ, എങ്ങനെയാണ് ടേസ്റ്റ് നോക്കാലോ. ഇതിന് വെള്ളപ്പത്തിന് സൈഡ് ഡിഷ് ആയിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അല്ലേ? അതെ, നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. ഒന്ന് ഇങ്ങോട്ട് വാ. നല്ല ചൂട് വെള്ളപ്പം ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. നല്ല ചൂടുണ്ട്. വെള്ളപ്പം കാണിച്ചേ. നല്ല ചൂടുള്ള വെള്ളപ്പാണ്. ഇതിന് ഉള്ളിലത്തെ നല്ല തിക്ക് മസാലയാണ്. കഴിച്ചു നോക്കട്ടെ. നല്ല മധുരം ഉണ്ട്. അതെ, മധുരം ഉണ്ട്. നോക്കട്ടെ, കഴിച്ചു നോക്കിയ. പാലപ്പം. നല്ല ചൂടുണ്ട്. ഇത് ചൂടില്ല. ഇത് ചൂടില്ല. നല്ല ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന് കറിയൊന്നും വേണ്ട. ഇതിങ്ങനെ തന്നെ നമുക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഇതിന് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കും. ഇന്ന് രാവിലെയും കൂടി ഞങ്ങൾ വെള്ളപ്പം കഴിച്ചിട്ടാണ് വന്നത്.
വെള്ളപ്പം മുട്ട- ഇതൊരു പ്രത്യേക ടേസ്റ്റാ. എനിക്ക് തോന്നുന്നു കുറച്ച് മധുരം ഉണ്ട് അതിന് അല്ലേ, ഒരു മധുരം ഫീൽ ചെയ്യുന്നത്. ആ ചേച്ചി ഒരു 10 പാർസൽ തരാമോ? ഇതേ നല്ല രസം. അപ്പൊ ഞങ്ങൾ ഒന്നുകൂടി വാങ്ങി ടെസ്റ്റ് ചെയ്യാം. അടിപൊളി. മാറ്റണ്ടല്ലേ? അപ്പൊ അടിപൊളി. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നു വെള്ളപ്പങ്ങാടിയില്. ഇത് ചേച്ചിമാരോട് സംസാരിച്ചു. വെള്ളപ്പം അടിപൊളി. വെള്ളപ്പം മാത്രമല്ല, അച്ചപ്പം, കുഴലപ്പം, പിന്നെ വേറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ കാരണം വെള്ളപ്പം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. 100-200 എന്നല്ല, അവർ ഓർഡറിനനുസരിച്ച് ഇങ്ങനെ വെള്ളപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഇപ്പൊ ഇന്ന് ചേച്ചി ചോദിച്ചപ്പോൾ 600-650 പറഞ്ഞു. പക്ഷെ അതിന്റെ മുകളിൽ ഉണ്ടാവും. ഓർഡർ അനുസരിച്ചിട്ടാണ് വെള്ളപ്പം. ഓക്കെ, ഇപ്പൊ ഞങ്ങളുടെ പാർസല് അപ്പൊ ഞങ്ങള് കുറച്ച് പാർസലും കൂടി വാങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ കറിയും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് കറി വാങ്ങിയിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാം അല്ലേ, നല്ല ചൂടോടെ കഴിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു. ദിലീപ്, ലിംന, ഇത് പ്രാർത്ഥന. അപ്പൊ ഓക്കെ ചേച്ചി, ഒരു ബായ് പറഞ്ഞ ചേച്ചി എല്ലാവരും. ബായ് 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 സബ്കോ ബായ്. ദീദി അപ്കോ ഭി ബായ്. അപ്പൊ ഓക്കെ, അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ വെള്ളപ്പങ്ങാടിയിൽ വന്നു, വെള്ളപ്പം വാങ്ങി, ചേച്ചിമാരോട് സംസാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പൊ ഇതാണ് വെള്ളപ്പം അങ്ങാടി. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്ത അങ്ങാടി എന്തൊക്കെയാണ്. ഇവിടെ അധികം തിരക്കൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് ഇപ്പൊ ഏകദേശം 1 മണിയായി. അധികം തിരക്കൊന്നുമില്ല ഇവിടെ. ഭയങ്കര തിരക്കിപ്പോ കഴിഞ്ഞതാണെന്ന് പറഞ്ഞ്. അപ്പൊ ഇത് ചെറിയൊരു വ്ളോഗാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ അതാ ഞങ്ങൾ പോണു, ഞങ്ങളെ വെള്ളപ്പമായിട്ട്. ഇല്ല പാറു, നമുക്കിനി വെള്ളപ്പം കഴിക്കാം. കമോൺ, ബൈ ബൈ.